Hello students, welcome back to Isaac's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ ചാപ്റ്റർ നമ്പർ 11 തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലെ ഫോക്കസ് ഏരിയ ബേസ്ഡ് കൺസെപ്റ്റ്സ് ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ചാപ്റ്റർ നമ്പർ 11 തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലെ ഏതൊക്കെ പോയിന്റ്സ് ആണ് ഫോക്കസ് ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കാം. 11.5 തെർമൽ എക്സ്പാൻഷൻ ആൻഡ് 11.8 ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ആകെ ചെറിയൊരു ചാപ്റ്റർ ആണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അതിൽ വളരെ ചെറിയ രണ്ട് കണ്ടന്റ് മാത്രമേ നമുക്ക് ഈ ഫോക്കസ് ഏരിയയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൂ. 11.5 thermal expansion and 11.8 change of state. So first question, read the statement given in a book. All thermal conductors are electrical conductors also. Do you agree with this statement? If your answer is no, clarify it. അപ്പോൾ ആ സബ് ക്വസ്റ്റ്യനിൽ ഇഫ് യുവർ ആൻസർ ഈസ് നോ ക്ലാരിഫൈ ഇറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഉറപ്പിക്കാം അതിൻ്റെ ആൻസർ നോ എന്നാണ്. കാരണം എന്താ ചോദിച്ചിരിക്കുന്നത്? ഓൾ തെർമൽ കണ്ടക്ടേഴ്സ്, എല്ലാ തെർമൽ കണ്ടക്ടേഴ്സും ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം മെറ്റൽ എന്ന് പറയുന്നത്, മെറ്റൽ തെർമൽ കണ്ടക്ടേഴ്സ് ആണ്, അതേപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സും ആണ്. അപ്പോൾ തെർമൽ കണ്ടക്ടേഴ്സ് എല്ലാം ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആവുന്നതാണ് നമ്മുടെ ധാരണ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ആ എഗ്രിമെന്റ് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ അതിന് ക്ലാരിഫൈ ചെയ്യാനാണ്. നോ ആണെങ്കിൽ ക്ലാരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോ ആണ് ആൻസർ. ബിക്കോസ് മൈക്ക ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്, ഇറ്റ്സ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. മൈക്ക എന്ന് പറയുന്ന മെറ്റീരിയൽ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്, അത് ഹീറ്റ് കണ്ടക്ട് ചെയ്യും, ബട്ട് ഇറ്റ്സ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പൊ എപ്പോഴും ഒരു തെർമൽ കണ്ടക്ടേഴ്സ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആണ് നിർബന്ധമില്ല, പക്ഷെ ഓൾമോസ്റ്റ് എപ്പോഴും അങ്ങനെയാണ്. കാരണം മെറ്റൽസ് ആണ് ഏറ്റവും നല്ല എക്സാമ്പിൾസ്. എല്ലാ മെറ്റൽസും തെർമൽ കണ്ടക്ടേഴ്സ് ആണ്, അതേപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സും ആണ്. പക്ഷെ മൈക്ക എന്ന മെറ്റീരിയൽ ഒരിക്കലും എന്തല്ല, ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ല, ഇറ്റ്സ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ബട്ട് ഗുഡ് കണ്ടക്ടർ ഓഫ് heat. Question number 2. The coefficient of thermal expansion in solids are mainly coefficient of linear expansion alpha, coefficient of aerial expansion beta, and coefficient of volume expansion gamma. What is the ratio of alpha, beta, and gamma? INVAR is used for making pendulum of clock Y. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ലീനിയർ എക്സ്പാൻഷൻ, ഏരിയൽ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ, ആൽഫ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലീനിയർ എക്സ്പാൻഷൻ ആൽഫ എന്നും ആൽഫ എൽ എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ ഏരിയൽ എക്സ്പാൻഷൻ, അതായത് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറയും. അതിന് ബീറ്റയ്ക്ക് പകരം ആൽഫ എ എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ, ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് പറയും. ഗാമയ്ക്ക് പകരം ആൽഫ വി എന്നും പറയാറുണ്ട്. അപ്പൊ ആൽഫ എൽ, ആൽഫ എ, ആൽഫ വി അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആൽഫ ബീറ്റ ഗാമ എന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ റേഷ്യോ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്, ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ. ഇനി ഇൻവാർ എന്ന മെറ്റീരിയൽ ആണ് പെൻഡുലം ക്ലോക്കിൽ പെൻഡുലം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് 1:2:3 ആണ്. അപ്പൊ ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ എന്ന് പറയുന്നത് 1:2:3. അല്ലെങ്കിൽ നമുക്ക് പറയാം ആൽഫ എൽ ഈസ് ടു ആൽഫ എ ഈസ് ടു ആൽഫ വി ഈസ് ഈക്വൽ ടു 1:2:3 ആണ്. സോ ആൽഫ, ദാറ്റ് ഈസ് ലീനിയർ എക്സ്പാൻഷൻ, ഏരിയൽ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ റേഷ്യോ എന്ന് പറയുന്നത് 1:2:3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ, coefficient of linear expansion of INVAR is very small, hence length of pendulum does not change with temperature. As a result, pendulum clock always shows correct time. നമുക്കറിയാം ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2π√L/G ആണ്. അപ്പൊ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ടൈം പീരീഡ് കൂടും. ടൈം പീരീഡ് കൂടുക എന്ന് പറയുമ്പോൾ വാച്ച് സ്റ്റോപ്പ് ആവുക എന്നർത്ഥം. അതായത് 1 മണിയിൽ നിന്ന് 2 മണിയിലേക്ക് ആവാൻ 1 മണിക്കൂറിൽ കൂടുതൽ എടുക്കുക. അപ്പൊ വാച്ച് എന്താവും, സ്ലോ ആവും. അപ്പോൾ ടൈം പീരീഡ് കൂടുക എന്ന് പറയുമ്പോൾ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു മെറ്റീരിയൽ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു അയൺ ആണെങ്കിൽ നമുക്കറിയാം ചൂട് കൂടുന്തോറും അത് എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ ലെങ്ത് കൂടുന്തോറും ടൈം പീരീഡ് എഫക്ട് ചെയ്യും. അപ്പൊ ചൂടായാലും സമ്മർ ആയാലും വിന്റർ ആയാലും എന്ത് ചെയ്യാൻ പാടില്ല, ലെങ്ത്തിന് മാറ്റം വരാൻ പാടില്ല. അപ്പൊ മാറ്റം വരാതിരിക്കാൻ വേണ്ടിയാണ് ഇൻവാർ എന്ന മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. ഇൻവാറിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് തെർമൽ എക്സ്പാൻഷൻ വളരെ കുറവാണ്. അതായത് ചൂട് കൂടുന്തോറും എന്ത് ചെയ്യില്ല, എക്സ്പാൻഡ് ചെയ്യില്ല. അപ്പൊ അതിന്റെ ലെങ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ടൈം പീരീഡ് എന്ത് ചെയ്യും, കറക്റ്റ് ആയിരിക്കും. ടൈം പീരീഡിന് ചേഞ്ച് ഉണ്ടാവില്ല. ടെമ്പറേച്ചർ മാറുന്നതോറും, അതായത് നമ്മുടെ റൂം ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച്, ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ഇൻവാർ എന്ന മെറ്റീരിയലിലെ ലെങ്ത് എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് ടൈം പീരീഡ് ഓഫ് പെൻഡുലം എന്ത് ചെയ്യും, എപ്പോഴും ലെങ്ത് കോൺസ്റ്റന്റ് ആകുമ്പോൾ ടൈം പീരീഡും കോൺസ്റ്റന്റ് ആവും. ഇറ്റ് ഓൾവേസ് ഷോ ദ കറക്റ്റ് ടൈം. Third question, a solid material is supplied with the heat at a constant rate. The temperature of the material is changing with heat input as shown in figure. Study the graph carefully and answer the following questions. ഇതിൽ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ടെമ്പറേച്ചർ വേരിയേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ഓരോ സ്റ്റേറ്റ് ചേഞ്ചിങ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹീറ്റ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ ആ മെറ്റീരിയൽ വരുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് y ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്, ഹീറ്റ് x ആക്സിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. First question,
വാട്ട് ഡു ദ ഹൊറിസോണ്ടൽ റീജിയൻ എ ബി ആൻഡ് സി ഡി റെപ്രസെന്റ്? അല്ലെ എ ബിയും സി ഡി എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ പിന്നെ ലെവലാണ്. അത് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആൻഡ് സെക്കൻഡ് വൺ, ഇഫ് സി ഡി ഇസ് ഈക്വൽ ടു എ ബി വാട്ട് ഈ ഇന്റർഫർ? എ ബിനെക്കാളും സി ഡി വലുതാണ്, അപ്പോൾ അതിൽ 2 ടൈംസ് ആണ്. അത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവാൻ കഴിയുന്നത്? ആൻഡ് സി, വാട്ട് ഡസ് ദ സ്ലോപ്പ് ഡി റെപ്രസെന്റ്? ഡി എന്ന സ്ലോപ്പ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ബി സി ആയാലും ഒ എ ഒരേ റെപ്രസെന്റ് ചെയ്യണം, പക്ഷെ ഡി എന്ന സ്ലോപ്പ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ആൻഡ് ദ സ്ലോപ്പ് ഓഫ് ഒ എ ഈസ് ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് ബി സി. വാട്ട് ഡസ് ദിസ് ഇൻഡിക്കേറ്റ്? അതായത് ഒ എ എന്ന സ്ലോപ്പും ബി സി എന്ന സ്ലോപ്പ് എടുക്കുമ്പോൾ ബി സി എന്ന സ്ലോപ്പ് എന്താണ്? കൂടുതലാണ്. ഒ എ എന്ന് കൂടുതലാണ്. ഒ എ ഇസ് ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ബി സി. അതിന്റെ കാരണം എന്തുകൊണ്ടാണ്? ഒ എ എന്ന സ്ലോപ്പ് കൂടുതലാണ്, ബി സിയെക്കാളും ഒ എ എന്ന സ്ലോപ്പ് കൂടാനുള്ള കാരണം എന്താണ്? ആൻഡ് ടെമ്പറേച്ചർ റിമെയിൻ കോൺസ്റ്റന്റ് ഹൊറിസോണ്ടൽ റീജിയൻ എ ബി ആൻഡ് സി ഡി. വൈ? അതായത് എ ബിയും സി ഡിയിലും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അതിന് കാരണം എന്താണ്? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഗ്രാഫ് നിന്ന് ചോദിക്കാനുള്ളത്. അത് സെക്കൻഡ് പോർഷൻ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൽ വരുന്ന ഒരു ടോപ്പിക് ആണത്. അപ്പോൾ ഈ ഗ്രാഫ് പഠിച്ചതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏൻ ആൻസർ നോക്കാം. വാട്ട് ഡസ് ദ ഹൊറിസോണ്ടൽ റീജിയൻ എ ബി ആൻഡ് സി ഡി റെപ്രസെന്റ്? Phase changing region. During region AB and CD, the temperature of the substance remains constant although it absorbs heat. AB represents the melting process of the solid and CD represents the boiling process of the liquid of that substance. അതായത് എ ബിയും സി ഡിയും ഫേസ് ചേഞ്ചിങ് ആണ്. എ ബി സി ഡിയും കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് അവിടെ. അതായത് രണ്ട് സ്റ്റേറ്റ് ചേഞ്ചിങ്. അതായത് ഫോർ എക്സാമ്പിൾ എ ബി റെപ്രസെന്റ് എന്ന് പറയുന്നത് മെൽറ്റിംഗ് പ്രോസസ് ആണ്, ആൻഡ് സി ഡി റെപ്രസെന്റ് എന്ന് ബോയിലിംഗ് പ്രോസസ് ആണ്. അതായത് ലിക്വിഡ് നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്നു, മറ്റേത് എന്താണ്? സോളിഡ് നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരുന്നു. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ഒരു വാട്ടർ നമ്മൾ ബോയിൽ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ടെമ്പറേച്ചർ ഇങ്ങനെ ഹീറ്റ് കൊടുക്കും തോറും ടെമ്പറേച്ചർ കൂടി വരും. 100 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞാൽ വെള്ളം തിളയ്ക്കാൻ തുടങ്ങും. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ടെമ്പറേച്ചർ കൂടില്ല. നമ്മൾ പിന്നെ ഹീറ്റ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ ടെമ്പറേച്ചർ കൂടുകയില്ല. അപ്പോൾ എന്താ ആക്ച്വലി സംഭവിക്കുക? അവിടെ ആ വെള്ളം മൊത്തം വേപ്പറായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ വേപ്പറാവാൻ വേണ്ടിയാണ് ആ ഹീറ്റ് എടുക്കുന്നത്. അപ്പോൾ ചേഞ്ചിങ് സ്റ്റേറ്റിന് വേണ്ടിയാണ് ഹീറ്റ് എടുക്കുന്നത്, അല്ലാതെ ഒരിക്കലും ടെമ്പറേച്ചർ എന്ത് ചെയ്യില്ല, മാറുന്നില്ല. അപ്പോൾ അതാണ് ആ സി ഡി എന്ന റെപ്രസെന്റ്. ഇതേപോലെയാണ് എ ബിയും. അപ്പോൾ നമ്മൾ എന്താണ് ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ ആ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് എടുക്കുന്നത് ഫേസ് ചേഞ്ചിങ് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് വെള്ളത്തിന് 101 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കാൻ കഴിയില്ല. കാരണം 100 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ 100 ഡിഗ്രി വരെ ചൂട് ഹീറ്റ് കൊടുക്കും തോറും ടെമ്പറേച്ചർ കൂടി വരും. 100 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഫ്രീസ് ആവും. പിന്നെ നമ്മൾ കൊടുക്കും തോറും എന്താണ്? ഹീറ്റ് കൊടുക്കും തോറും ടെമ്പറേച്ചർ കൂടില്ല. അവിടെ സംഭവിക്കുന്ന ആ വെള്ളം നീരാവിയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ 101 ആകുമ്പോഴേക്കും എല്ലാ വെള്ളവും എന്തായാലും നീരാവി ആയിട്ടുണ്ടാകും. അതാണ് ഫേസ് ചേഞ്ചിങ് സ്റ്റേറ്റ്. അതാണ് എ ബിയും സി ഡി എന്നാണ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറയാൻ കാരണം. അത് ഫേസ് ചേഞ്ചിങ് റീജിയൻസ് ആണ്. ആൻഡ് സെക്കൻഡ് വൺ, ഇഫ് സി ഡി ഇസ് ഈക്വൽ ടു എ ബി വാട്ട് യു ഇൻഫർ? അപ്പോൾ latent heat of vaporization of the substance is double to the latent heat of fusion. During the boiling process, the substance takes double the amount of heat as that required for melting. നമുക്കറിയാം ഐസ് വെള്ളം ആവാൻ കൊടുക്കുന്ന ഹീറ്റിനേക്കാളും ഡബിൾ ആണ് വെള്ളം ചൂടാവാൻ കൊടുക്കേണ്ടത്. അതാണ് ഇതിന്റെ അർത്ഥം. കാരണം ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് സബ്സ്റ്റൻസ് ഡബിൾ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഐസ് നമുക്ക് എന്താണ്, ഐസിന് വെള്ളം ആക്കാൻ എത്ര ഹീറ്റാണ് സപ്ലൈ ചെയ്യുന്നത് അതിന് ഡബിൾ ഹീറ്റ് കൊടുക്കണം വെള്ളം എന്താവാൻ, വേപ്പർ ആവാൻ. നമുക്ക് നോർമൽ ഐസ് നമുക്കൊരു അറിയാം ഒരു അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ വെച്ച് അതിന് അത് വെള്ളമായി വരും. പക്ഷെ വെള്ളം ചൂടാവണമെങ്കിൽ നമുക്ക് അത്രയും സമയം ഹീറ്റ് സപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് സി ഡി സികൾ ടു എ ബി എന്ന് പറയാൻ കാരണം. അപ്പോൾ അതായത് വേപ്പറൈസേഷൻ ഡബിൾ ഹീറ്റ് എന്താണ് സപ്ലൈ ചെയ്യണം ഏതിനേക്കാളും? മെൽറ്റിംഗ്, അതായത് ഫ്യൂഷനേക്കാളും. ആൻഡ് തേർഡ് വൺ, the slope of OA is greater than the slope of BC. What does it indicate? അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്, that is dt by dq, change in temperature by change in heat. അപ്പോൾ that is dy by dx. So slope of d എന്ന് പറയുന്നത് ഹീറ്റ് കപ്പാസിറ്റി, ഇൻവേഴ്സ് ഓഫ് ഹീറ്റ് കപ്പാസിറ്റി. നമുക്ക് അതായത് dq by dt എന്ന് പറയുന്നത് ഹീറ്റ് കപ്പാസിറ്റി ആണ്. അപ്പോൾ dt by dq എന്ന് പറയുന്നത് 1 by heat capacity, that is inverse of heat capacity. With the heat capacity, the amount of heat required to raise the temperature of substance through 1 Kelvin or 1 degree Celsius. അതായത് ഒരു സബ്സ്റ്റൻസിന് ആ സബ്സ്റ്റൻസ് എത്ര ഡിഗ്രി ടെമ്പറേച്ചർ ആണുള്ളത് അതിന് 1 ഡിഗ്രി കൂട്ടാനോ അല്ലെ 1 കെൽവിൻ കൂട്ടാനോ എത്ര ഹീറ്റ് ആണോ സപ്ലൈ ചെയ്യുന്നുണ്ട് ആ
എമൗണ്ട് ഓഫ് ഹീറ്റ് അതിനെ പറയുന്ന പേരാണ് എന്താ, അല്ലെങ്കിൽ അതാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഒബ്ജക്റ്റ് നമ്മൾ കുറേ ഒരു 80 ഡിഗ്രി സെൽഷ്യസ് ആണ് നിൽക്കുന്നത്, നമ്മൾ കുറേ ഹീറ്റ് കൊടുത്തുകൊണ്ടേയിരുന്നു. 81 ആവാൻ ഒരുപാട് ഹീറ്റ് കൊടുത്തിട്ട് 81 ആവുന്നില്ലെങ്കിൽ അതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്. നേരെ വെച്ച് ഒരു സബ്സ്റ്റൻസ് എന്താണ് 80-ൽ നിൽക്കുന്നു, നമ്മൾ കുറച്ച് ഹീറ്റ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് എന്തായി അത് 81 ആയി, അപ്പോൾ അതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എന്താണ് കുറവാണ്. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഹീറ്റ്, എത്രമാത്രം ചൂടാണ് ആവശ്യം, എന്ത് ചെയ്യാൻ അതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ, എത്ര വരെ, ഒരു ഡിഗ്രി ഒരു കെൽവിൻ ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇത് 2 ആണെങ്കിൽ 3 ആവാൻ, അല്ലെങ്കിൽ 100 ആണെങ്കിൽ 101 ആവാൻ, അല്ലെങ്കിൽ 80 ആണെങ്കിൽ 81 ആവാൻ. അപ്പോൾ 1 ഡിഗ്രി കൂട്ടാനോ 1 കെൽവിൻ കൂട്ടാനോ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് ആവശ്യം, അതിന് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. സ്ലോപ്പ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ആണ്. D. The slope of OA is greater than slope of BC. What does it indicate? അതായത് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ഈസ് ലെസ് ദാൻ ദ ഹീറ്റ് കപ്പാസിറ്റി ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. അതാണ് ഈ ഒരു സ്ലോപ്പിന്റെ ഇത് മനസ്സിലാകുന്നത്. ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഇൻ സോളിഡ് സ്റ്റേറ്റിൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ലെസ് ആണ്. നമുക്കറിയാം സോളിഡിന്റെ, അതായത് സോളിഡിനെ വാട്ടർ, അതായത് ഐസിനെ വാട്ടർ ആക്കാൻ പെട്ടെന്ന് ടെമ്പറേച്ചർ എന്താവും അതിൽ കൂടി വരും. പക്ഷേ ഹീറ്റിന്റെ കേസിൽ എന്താണ്, കൂടുതൽ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോഴാണ് ആ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇതിൽ വരുന്നത്. നമുക്ക് കുറേ കൂടി സമയം എടുക്കുന്നതാണ് CD എന്ന ലെങ്ത് കൂടാനുള്ള കാരണം. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സബ്സ്റ്റൻസ് സോളിഡ് സ്റ്റേറ്റ് ഈസ് ലെസ് ദാൻ ദ ഹീറ്റ് കപ്പാസിറ്റി ഇൻ liquid state. Then last question, temperature remain constant in horizontal region AB and CD. Why? In this phase change in region already പറഞ്ഞാണ് AB and CD entire heat supply is utilized to change the substance from one phase to other, and so temperature remains constant. എടുക്കുന്ന ഹീറ്റ് മുഴുവൻ ഫേസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്, ഒരിക്കലും ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല. ആ കാരണങ്ങൾ കൊണ്ടാണ് AB-യും CD-യും ഒരു ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത്. കാരണം അവിടെ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ രണ്ട് കൺസെപ്റ്റ്സ് മാത്രമേ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഇത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററും തെർമോഡൈനാമിക്സും ഒരുമിച്ച് വെയിറ്റേജ് വരിക. അപ്പോൾ ചിലപ്പോൾ ഈ ചാപ്റ്റേഴ്സിന് ഒരു 1 മാർക്കൊക്കെ വന്ന് ബാക്കി തെർമോഡൈനാമിക്സിലേക്ക് ഇന്ന് ലീഡ് ചെയ്യാം. എങ്കിൽ ഈ രണ്ട് കൺസെപ്റ്റ്സും ക്ലിയർ ആയി പഠിച്ച ഒരു ക്വസ്റ്റൻ എന്ത് ചെയ്യില്ല, പുറത്തു പോകില്ല. സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.